ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡുമായി ബന്ധപ്പെട്ടും ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ അറിയിപ്പുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയാത്ത ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൗണിൽ നൽകിയ ഇളവുകൾ കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ ചേരുന്ന അവലോകന യോഗത്തിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ചില കർശനമായിട്ടുള്ള നടപടികളും ഉണ്ടാകും. ചില പഞ്ചായത്തുകൾ പൂട്ടിയിടുന്നതായിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ ഈ ഒരു രൂപത്തിലാണ് വരിക. അതായത് നിലവിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ 4 സോണുകളായി തിരിച്ചാണ് ഇളവുകൾ ഉള്ളത്. 8% TPR റേറ്റ് ഉള്ളത് A സോണായി നിലനിൽക്കുന്നത് അത് 5% ചുരുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 16% എന്നുള്ളത് 10% ചുരുക്കാനുള്ള സാധ്യതയുണ്ട്. 10% മുകളിലുള്ള സ്ഥലങ്ങളിലെല്ലാം കർശന നിയന്ത്രണങ്ങൾ വേണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ സംബന്ധിച്ച തീരുമാനം നാളെ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഇളവുകളിൽ ചിലപ്പോൾ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. Δ+ വകഭേദം കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത് ഒരാഴ്ചയ്ക്ക് പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സമാനമായ രീതിയിൽ മറ്റ് പഞ്ചായത്തുകളിലും ഇതുപോലുള്ള പൂട്ടുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ, കാലാവധി കഴിഞ്ഞ വാഹന രേഖകൾ 2021 ജൂൺ 30 മുമ്പ് ഹാജരാക്കണം എന്നുള്ള തീരുമാനമായിരുന്നു. അത് സെപ്റ്റംബർ 30 മാറ്റിയിരിക്കുകയാണ്. 3 മാസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. 2020 ഫെബ്രുവരിക്ക് ശേഷം കാലാവധി പൂർത്തിയായ ലൈസൻസുകൾ, അതോടൊപ്പം തന്നെ വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവ ഹാജരാക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 നീട്ടിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതേപോലെ തന്നെയാണ്. ഈ ഒരു മാസം 30 അവസാനിക്കേണ്ടതായിരുന്നു ആധാർ കാർഡും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി. അതും നീട്ടിയിരിക്കുകയാണ്. അതും സെപ്റ്റംബർ 30 ഇപ്പോൾ പുതിയ അവസാന തീയതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ സൂക്ഷിക്കുക. അപകട സാധ്യത ഉള്ള മേഖലയിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.